അപ്പോഴേ ഇന്ന് നമ്മൾ നെട്ടയം വീട്ടിലാണുള്ളത്. അപ്പോൾ വെൽക്കം ടു എ ഡേ ഇൻ നെട്ടയം. ഓക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും ചീമതേ ദോശ ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അമ്മ ദോശ ചുട്ടു ഓൾറെഡി, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ളത്. ചീമ ചൂടോടെ ചുട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചീമ തനി ദോശ ചുടുക കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓസിന് ഇന്നലെ 2 ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ചൂടാക്കി തരൂടി എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തു കേട്ടോ. പാവം അവൾ എനിക്ക് ചൂടാക്കി തന്നു. എന്താണെന്നറിയില്ല, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെല്ലാ സകലമാന ജോലിയും ചെയ്യും. ഇന്നിട്ട് വീട്ടിൽ വന്നാൽ എനിക്ക് ഒരു ജോലി ചെയ്യാൻ അയ്യ ഭയങ്കര മടിയാണ്, ഞാൻ ചെയ്യത്തൂല കേട്ടോ. പാത്രം പോലും കഴുകി വയ്ക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രം പോലും കഴുകി വയ്ക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദോശയോടൊപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം കഴിക്കാനായിട്ട് നേരത്തെ ചിക്കൻ കറിയുണ്ട്, മഷ്റൂം കറിയുണ്ട്. അപ്പം മഷ്റൂം കറി കഴിക്കാൻ നേരി ചിക്കൻ കറി കഴിക്കുന്നില്ല. കാരണം ഞാൻ കരുതി വൈകിട്ട് നമ്മുടെ വേദിയുടെ ഡാൻസ് സ്കൂളിൻ്റെ കുഞ്ഞുമക്കളുടെയൊക്കെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോവാം, അമ്പലത്തിലല്ലേ ആറ്റുകാലല്ലേ എന്ന ഒരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് ചിക്കൻ കഴിച്ചില്ലേ. മഷ്റൂം കറിയും ചപ്പാത്തിയും കൂടിയാണ് എടുത്തത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ മഷ്റൂം കറി. എന്താണെന്ന് അറിയില്ല, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷേ ചീമ പറഞ്ഞത് അമ്മയോട് മഷ്റൂം കറി വെക്കേണ്ട, ഉച്ചയ്ക്ക് ചോറിനോട് മെഴുക്കുവട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ എന്തിനാണ് ഈ കറി വെച്ചതെന്ന് അറിയില്ല. അതാണ് ഞാൻ ചീമൻ ചോദിച്ചത്. രാവിലെ തുടങ്ങും, നാളെ എന്ത് വേണം, നാളെ എന്ത് വേണം. നമ്മൾ ഓരോ ലിസ്റ്റ് കൊടുക്കും, പിറ്റേ ദിവസം വരുമ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതാണ് അമ്മയുടെ കാര്യം എന്ന് പറയുന്നത്. എന്താണെന്ന് ദോശയും കടലക്കറിയും വെക്കാമെന്ന് പറഞ്ഞ ആളാണ്. എന്തുകൊണ്ടാണ് പിന്നെ അത് മഷ്റൂം കറിയിലേക്ക് മാറിയതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അമ്മ പറയുന്നത് മഷ്റൂം ആകുമ്പോൾ മെഴുക്കുവരട്ടി ആകുമ്പോൾ വാടുമ്പോൾ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ, പിന്നെ എല്ലാവർക്കും കൂടി എടുക്കാൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ മഷ്റൂം കറിയായിട്ട് ദോശയ്ക്ക് വെച്ചത് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ നിന്നപ്പോഴേക്കും അമ്മ മീനിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്ന ആ ചേട്ടൻ്റെ എപ്പോഴും അമ്മ വിളിച്ച് പറയും, ആൾ കൊണ്ടുവരും, അവർ ഗ്രൂപ്പിലിട്ടേക്കും എന്തൊക്കെ മീനുണ്ടെന്നുള്ളത്. അപ്പോൾ ആ മീനെ വിളിച്ച് പറയുമ്പോഴേക്കും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ട് തരാറുണ്ട്. ഇന്നിപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നത് ചെമ്മീനും നവര മീൻ കേട്ടോ, റെഡ് കളർ മീനില്ലേ ആ മീനുമാണ്. നവര മീൻ എനിക്കും ചീമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെമ്മീനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ചെമ്മീനും രണ്ടും കൂടി വാങ്ങി കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ അങ്കിൾ വന്ന് നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അങ്കിളിങ്ങനെ പറയായിരുന്നു, എന്താ ഏതാണെന്ന് മനസ്സിലായില്ല വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യം പറയുകയാണേ. അപ്പം ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് മാറ്റിയാലേ അങ്കിളുടെ മുഖം കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്കിളുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് എല്ലാം മാറ്റിയതാണേ. അന്നും ഹെൽമെറ്റ് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്, ഇന്നിപ്പോൾ ഹെൽമെറ്റ് മാറ്റിയിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ARR സ്കൂളിൽ ഞാനും ചീമയൊക്കെ അവിടെയാണ് പഠിച്ചത്. അവിടെ വർക്ക് ചെയ്തിരുന്ന ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി ചീമ ഇവിടെ ഉണ്ടോ, നീ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചീമയുടെ ഒക്കെ കാര്യം പറയാണ്. ആൻറ്റിയുടെ വീടും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില തിക്ക് ഫ്രണ്ട്സ് ആൻറ്റിമാരും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ, അതിൽപ്പെട്ട ഒരു ആൻറ്റിയാണ് ഈ ഒരു ആൻറ്റി. ഞാനുമായിട്ട് അത്ര കൂട്ടില്ല കേട്ടോ സത്യമായിട്ടും. ചീമയായിട്ടാണ് കുറച്ചുകൂടെ കൂട്ട്. കാരണം ഞാൻ സ്കൂളിൽ വല്ല ആണ്ടിലൊക്കെയാണ് പോവാറ്, എന്നും ഷൂട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അധികം, അതുകൊണ്ടാണ് എനിക്ക് സ്കൂൾ ഫ്രണ്ട്സും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതേ ചെമ്മീനും നവര മീനും വാങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മനസ്സിലായല്ലോ, നവര മീനും ചെമ്മീനുമാണ്. അപ്പോൾ ചെമ്മീൻ ഫ്രൈയും ചെയ്യാം, നവര മീൻ കറിയും വയ്ക്കാം. ഈ റെഡ് കളർ മീനാണ് നവര മീൻ കേട്ടോ. അച്ഛൻ ഈ നവര മീൻ കൂട്ടത്തില്ല, അപ്പോൾ അച്ഛനും കൂടി ചെമ്മീനൊക്കെ കഴിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് വാങ്ങിയത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള മീൻ വലിയ നവര മീൻ കേട്ടോ. അത് വെച്ചാൽ എന്താ ടേസ്റ്റ് എന്നറിയോ, കറി വെച്ചാലും ഫ്രൈ ചെയ്താലാണ് ഭയങ്കര ടേസ്റ്റ്. ഇന്നിപ്പോൾ കറി വെക്കാൻ കരുതി, കുറച്ച് ചക്ക ഇരിപ്പുണ്ട്. അപ്പോൾ ചക്കയും വെച്ച് മീനും വെച്ച് ചെമ്മീൻ ഫ്രൈയും ചെയ്യാമെന്ന് കരുതി. വേദയ്ക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഇപ്പോൾ കഴിച്ച് വേദയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെമ്മീൻ വാങ്ങിയിട്ട് അവൾ കഴിച്ചില്ല. കൊഞ്ചെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ചിലർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫാഷനിൽ ചെമ്മീൻ എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ വേദയ്ക്ക് അന്ന് കഴിച്ചില്ല. ഇപ്പോൾ വേദ ചെമ്മീൻ കഴിക്കാറില്ല. അതുകൊണ്ട് വേദയ്ക്ക് ഇന്ന് വേണ്ടാന്നും പറഞ്ഞിരിക്കുകയാണ്. നവര മീനും അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഇന്നിപ്പോൾ എന്താ കൂട്ടി കഴിക്കുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും എന്താ ചീമയെ കൊണ്ടിരുത്തി മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടി കെട്ടി കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കെന്താ മാത്രം നീ കെട്ടിത്തരാറില്ല ലേഡി, നീ ചീമയ്ക്ക് മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. അതാ പറഞ്ഞു, ഞാൻ ചീമയ്ക്ക് കെട്ടിക്കൊടുത്ത ശേഷം നിനക്ക് കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെയൊന്നുമല്ല, എനിക്കും സമയം കിട്ടാറില്ല, അവൾക്കും സമയം കിട്ടാറില്ല. അവൾക്ക് സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞത് വെറുതെ, എനിക്കാണ് സമയം കിട്ടാത്തത്. 24 hours ഫോണും വെച്ച് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചീമയ്ക്ക് ഇവളെങ്ങനെയൊക്കെയോ പിടിച്ച് കെട്ടിക്കൊടുത്തു. ഞാൻ പറയാം കൊള്ളില്ലാടി എന്ന് പറഞ്ഞപ്പോൾ ചീമറും കൊള്ളാം, കുഴപ്പമില്ല, എനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ചീമ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ എനിക്ക് മുടി കെട്ടി തരാമെന്ന് പറഞ്ഞിട്ട് മുടി കെട്ടി തരാണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും വന്ന് മുടിയെല്ലാം കെട്ടിത്തരാം കേട്ടോ. അവൾക്ക് അറിയത്തില്ല. പിന്നെ സമയം പോവും, ഇങ്ങനെയൊക്കെ ഓരോ വേലത്തരങ്ങൾ ചെയ്യുമ്പോൾ സമയം പോവും. അങ്ങനെ നിന്ന് ഓരോന്ന് ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എൻ്റെ തലയെല്ലാം കുത്തി പൊട്ടിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവളെന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നമ്മൾ അങ്ങനെ അങ്ങ് ഇരുന്ന് കൊടുത്തോളണം. അവൾ പറയുന്ന രീതിയിൽ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞ് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞ് അങ്ങോട്ട് തിരിയണം. അവൾ തലയെ പിടിച്ച് ചിലപ്പോൾ ഓടിക്കും, മറിക്കും, ചരിക്കും. അതെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചെന്നിരിക്കാവൂ. ചിലപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് തരും കേട്ടോ. കണ്ണിലും മുഖത്തുമൊക്കെ വാരി അതും ഇതൊക്കെ തേച്ച് ആകെ കുളമാക്കി തരും എന്ന് വേണമെങ്കിൽ പറയാം.
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ഒറ്റയ്ക്കുള്ള കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ആരുടെയെങ്കിലും ദേഹത്ത് പോലെയൊക്കെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. ഇന്നിപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, ചീമയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കണേണ്ടപ്പോൾ ഒന്ന് അവളെ ഇളക്കി വിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വേദ കെട്ടാൻ ശ്രമിച്ചു, പക്ഷേ കെട്ടാൻ പറ്റുന്നില്ല. അമ്മയുടെ മുടി ഭയങ്കര സിൽക്കിയാണ്, പോകുന്നു അങ്ങനെ പോകുന്നു. എനിക്കിതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് തരുമോ അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറയാം. വേദ പറയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോഴങ്ങ് സ്ട്രേറ്റ് ചെയ്യില്ല, നോക്കട്ടെ നിനക്ക് പിന്നീട് പതിയെ വലിയ കുട്ടിയൊക്കെ ആയിട്ട് ഒരു +2 ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ മുടിയെല്ലാം കെട്ടിയിട്ടിരുന്നപ്പോഴേക്കും ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈയും നവര മീൻകറിയും ചക്കയും കേട്ടോ. ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്തത് 2 ദിവസം കൊണ്ട് തീരുമാനമായി കേട്ടോ. ഇന്നലെയും ഇന്നും കൊണ്ട് തീരുമാനമായി. നെട്ടയത്ത് വന്നാൽ ഇതാണൊരവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ നെട്ടയത്ത് വന്നിട്ട് കള്ളിക്കാട് പോയിട്ട്. കാരണം ഇവിടെ എവിടെ പോയാലും എൻ്റെ ശാപ്പാടിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കഴിച്ചു പോവും. എനിക്ക് ഇങ്ങനെ കപ്പയും മീൻകറിയൊക്കെ കാണുമ്പോൾ കഴിച്ചു പോവും. അതുകൊണ്ടാണ് ഇവിടെ എങ്ങും പോവാതെ ഞാനിങ്ങനെ വീട്ടിൽ പിടിച്ചു നിന്നത്. ഇതിപ്പോൾ ചീമ വല്ലപ്പോഴോ വരുന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വന്നില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് കരുതി വന്നതാണ്. പക്ഷെ പണി പാളി കേട്ടോ. ഇന്നലെ ഞാൻ രാത്രിയൊക്കെ ഫുഡ് കഴിച്ചു, ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തി കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ഒരിക്കലും ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കാത്ത ആളാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞത് കേട്ടോ. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയിന്, പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അവിടെ പട്ടിയെയോ പൂച്ചയൊക്കെ നോക്കിയിട്ട് അതിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് വരിക കേട്ടോ. അച്ഛനെപ്പോഴും ഒരെണ്ണം ഉണ്ടാവും. നമ്മുടെ ശരവണനുണ്ടല്ലോ, അങ്ങ് നെട്ടയം ജംഗ്ഷനിലേക്ക് ചേക്കേറി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ല ആൾ. അവരവിടെ ബിൻസി എന്നൊക്കെ പേരിട്ടു. വല്ലപ്പോഴും മാത്രം അദ്ദേഹം ഇങ്ങോട്ട് വിസിറ്റിന് വരത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ നിന്ന് നെട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് നിറയെ വലിയ പട്ടികളുണ്ട് കേട്ടോ. ശരവണ നന്നായിട്ട് കടിക്കും പാവത്തിന്. അപ്പോൾ ആ പട്ടികളെ പേടിച്ചിട്ടാണ് ശരവണ ഇങ്ങോട്ടേക്ക് വരാത്തത്. അപ്പോൾ വേറെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിലിരുന്നപ്പോൾ ഇന്നലെ അമ്മ പാൽക്കപ്പ ഉണ്ടാക്കി. ആ പാൽക്കപ്പയിൽ നിന്നത്തെ ചിക്കനും കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആറ്റുകാൽ വരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഇവർ ചീമയും അമ്മയും അച്ഛനും സച്ചും കൂടിയൊക്കെ അവിടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ പോട്ടാമ്മ പ്ലീസ് അമ്മ, ഞാൻ പൊക്കോട്ടാമ്മ. അപ്പോൾ ചീമയൊക്കെ വല്ലപ്പോഴും നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു നീ പൊക്കോ, ഞാൻ പക്ഷേ ആറ്റുകാൽ അമ്പലത്തിലെ പ്രോഗ്രാം കാണാൻ പോകുമെന്ന് പറയും. അവൾക്ക് പ്രോഗ്രാം കാണാനും വരണം, ചീമയോട് പോവുകയും വേണം. അങ്ങനെ 2 മനസ്സിൽ നിൽക്കുകയാണ്. ഞാൻ പറയും ചിക്കൻ കഴിച്ച് എന്തായാലും അമ്പലത്തിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവൾ ചിക്കൻ കഴിച്ചു. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ അമ്പലത്തിൽ കയറുന്നില്ല, സ്റ്റേജ് പുറത്തല്ലേ, ഞാൻ പുറത്ത് നിന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. ആ ചീമയുടെ കൂടെ പോവുകയും വേണം. അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കിടന്നൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ചീമയും ഞാനും പിന്നെ ഈ ഉറങ്ങാത്ത വേദയും ഉറങ്ങി കേട്ടോ. കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. ചീമ ഉറക്കം എണീറ്റ് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കട്ടോ, മുടിയെല്ലാം കെട്ടി വെച്ചിട്ട്. എനിക്കും അതെ ഉറക്കം എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ വേണം കേട്ടോ. മധുരം കിട്ടിയാൽ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ചീമ ഇങ്ങനെ വന്ന് അരിച്ചിട്ട് നോക്കിയപ്പോൾ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ചെമ്മീൻ്റെ ചട്ടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞാൽ നീ എന്താ എടുത്തോന്ന് പറഞ്ഞിട്ട് ചെമ്മീനെ മാറ്റി വെച്ചിട്ട് ചട്ടിയിൽ ചോറിട്ട് വിരവി കഴിക്കാം കേട്ടോ. അരപ്പിലിട്ട് വിരവി കഴിക്കാനുള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഞാൻ പിന്നെ എൻ്റെ ഡയറ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും എത്തട്ടെ എന്ന് കരുതിയിട്ട് ആ പരീക്ഷണത്തിന് പോയില്ല. അത് ചീമ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ഉറക്കമൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴേക്കും സച്ചു വന്നു. സച്ചു വന്ന ഉടനെ ചായ എല്ലാം ഇട്ടു. ചായ ഇട്ട ശേഷം എല്ലാവരും റെഡി ആയിട്ടോ. ചീമയും സച്ചുവും വേദയും അമ്മയും പുറത്തോട്ടൊക്കെ കറങ്ങാൻ അമ്മയ്ക്ക് ഒരു സ്പെക്സൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. വേദയും അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛൻ എവിടെയോ പോയിരിക്കുകയാണ്. അച്ഛനും ഏട്ടനും കൂടി എവിടെയോ പോയിരിക്കുക കേട്ടോ. അപ്പോൾ അവർ വന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാനും 2 വീലറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ 2 വീലറും കൊണ്ടാണ് 2 പേരും പോയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നാലേ എനിക്ക് ആറ്റുകാൽ പോകാൻ പറ്റത്തുള്ളൂ. ആറ്റുകാൽ 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങി 7 മണിയാകുമ്പോൾ 7:45 എന്തൊക്കെ ആകുമ്പോൾ അവിടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അച്ഛനും ഏട്ടനും വന്നപ്പോൾ 6:15 കേട്ടോ. പിന്നെ ഞാനിനി 6:45 6:30 ഇപ്പം തിരക്കുള്ള സമയമായതുകൊണ്ട് ആറ്റുകാൽ എത്താൻ എന്തായാലും ഒരു 6:45 എത്തുന്നത്. പിന്നെ ഞാൻ എത്ര സമയം പ്രോഗ്രാം കാണും. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രോഗ്രാം കാണാൻ പോയില്ല, എവരോ കൂടെ പോയിട്ടോ. എനിക്കതൊരു ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് ആ കുട്ടികളുടെ ഡാൻസൊക്കെ ഒന്ന് അരങ്ങേറ്റമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ അവരെ കൂട്ടത്ത് കറങ്ങാൻ പോകാം എന്ന് തീരുമാനിച്ചു. എന്തായാലും റെഡിയായി നിൽക്കുകയല്ലേ. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചുരിദാറെല്ലാം കെട്ടി മുടിയെല്ലാം കെട്ടി അങ്ങനെ ഒരു സെറ്റായിട്ട് നിന്നത്. അമ്പലത്തിൽ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. അതിട്ടുകൊണ്ട് തന്നെ കറങ്ങാനായിട്ട് പോയി. നേരെ ലെൻസ് കാർട്ടിലേക്കാണ് പോയത്.
അമ്മയുടെ സ്പെക്സ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ സച്ചുവിന് മറ്റേ കാർഡുണ്ട്, അപ്പോൾ അതാകുമ്പോൾ ബൈ 1 get 1 ഫ്രീ ഉണ്ട്. അപ്പോൾ അച്ഛനും വാങ്ങാം അമ്മയ്ക്കും വാങ്ങാമല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണേ. ഞാൻ മുന്നേ വാങ്ങിക്കൊണ്ട് നിന്നത് ഇടപ്പഴിയിലുള്ള ലെൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ അവിടെ നിന്ന് കുറേ സ്പെക്സ് എനിക്ക് വാങ്ങി, അമ്മയ്ക്ക് വാങ്ങി, അച്ഛന് വാങ്ങിയൊക്കെ വാങ്ങി. അവർ അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തന്നെയാണ് തന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരുന്നു കേട്ടോ. ഞാൻ നല്ല ഗംഭീരമായിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയില്ലല്ലോ, ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ അറിയാവൂ. ഞാൻ അവർ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നു, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മാസം കൊണ്ട് തന്നെ അച്ഛൻ്റെ സ്പെക്സ് താഴെ വീണപ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അതുപോലെ സ്പെക്സ് ഒന്നും ഒട്ടും ക്വാളിറ്റി ഇല്ല, ഒരു സുഖമില്ലാത്തൊരു സാധനം കേട്ടോ. ഞാൻ നല്ല ക്വാളിറ്റി എന്നൊക്കെയാണെന്ന് പറഞ്ഞത്, നമ്മൾ ഉപയോഗിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവരുടെ സ്പെക്സ് ഒരു മാസം എന്തോ ആയിട്ടുള്ളൂ, പൊട്ടിയതൊന്ന് മാറ്റിത്തരുമെന്ന് ചോദിച്ചപ്പോൾ മാറ്റിത്തരില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തന്നതുകൊണ്ട് പൊന്ന സാധനം തന്നതാണോ എന്നറിയത്തില്ല. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോരട്ടെ, ഞാൻ അവരായിട്ട് കുറേ വഴക്കായി. കാരണം ഇങ്ങനെ നമുക്ക് തന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവർ ഡിസ്കൗണ്ട്, ഞാൻ പറയും ഡിസ്കൗണ്ട് തന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഡിസ്കൗണ്ട് അവർ പറയുന്നത് അങ്ങനെയാണ്, മാഡത്തിന് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തന്നില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഡിസ്കൗണ്ട് ഇട്ട് തന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്ത പൈസ അല്ലാണ്ടാവുമോ? അത്യാവശ്യം എല്ലാത്തിനും പൈസയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത്, അതിൽ പകുതി കുറച്ചൊക്കെ ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും പന്ന സാധനമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി അവിടെ പോകത്തില്ല കേട്ടോ. പോകുന്നവരുണ്ടെങ്കിൽ പൊക്കോളൂ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ അന്ന് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് കൊള്ളില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ അവർ വഴക്കായതുകൊണ്ട് ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കത് കൊള്ളില്ല എന്ന് തോന്നി, അത്രയേ ഉള്ളൂ, പറഞ്ഞു. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ വന്നത് ലെൻസ് കാർട്ടിലാണ്. അങ്ങനെ അച്ഛനും അമ്മയും കൂടി സ്പെക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു സ്പെക്സ് എടുത്തപ്പോൾ സെയിം സ്റ്റോക്ക് ഔട്ടാണ്, അതിൻ്റെ പർപ്പിൾ കളറേ ഉള്ളൂ. പർപ്പിൾ കളറാണെങ്കിൽ അമ്മയ്ക്ക് അത്ര താല്പര്യമില്ല, പക്ഷേ ആ സ്പെക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ പർപ്പിൾ കളറെങ്കിൽ പർപ്പിൾ കളറെന്നും പറഞ്ഞ് അതിനെ അങ്ങ് സെലക്ട് ചെയ്തു. പക്ഷേ ഞാൻ വീഡിയോയിൽ കുറച്ച് നേരം കാണിച്ചിട്ടുള്ളൂ, ഒരു 1.5-2 മണിക്കൂർ ഇതിനകത്ത് നിന്ന് സ്പെക്സ് നോക്കലും പവർ നോക്കലും ഒക്കെ ആയിട്ടൊരു മേളമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്താ, ഒരു കുഞ്ഞു ഫുഡടി അമ്മയുടെ വക ഇന്ന് ചിലവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, എങ്കിൽ പിന്നെ ഫുഡ് അടിക്കാൻ പോകാമെന്ന് കരുതി. എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ. എല്ലാ സ്ഥലത്തുമൊക്കെ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കിഷോറേട്ടൻ്റെ അമ്മ വീട്ടിൽ പോകാമെന്ന് കരുതി കേട്ടോ. ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല, ഇവിടുത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കിഷോറേട്ടനുണ്ടോയെന്ന് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കിഷോറേട്ടൻ അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ വേറൊരു ഫ്രണ്ട് വിശ്വ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, സസ്നേഹത്തിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. വിശ്വയെ കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ കഴിക്കാൻ നമ്മുടെ സീറ്റിലേക്ക് പോയി. നല്ലൊരു കിടില ആംബിയൻസും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു അമ്മ വീട് ലുക്ക് തന്നെ ഉണ്ട്. കൊള്ളാം കേട്ടോ, സെറ്റപ്പ് കൊള്ളാം. പലവട്ടം ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി ഇനി വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽസൊക്കെ എന്തെങ്കിലും ഇല്ലാതെ ആയിരിക്കുമോ, സ്പെഷ്യൽസ് ഉണ്ടോ, ഉച്ചയ്ക്കാണോ ഇവിടെ, ഉച്ചയ്ക്കുള്ള ഊണൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ ഞാൻ കരുതി ഇനി ഉച്ചയ്ക്കാണോ കൂടുതൽ, വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ കരുതി ഒരു ഡൗട്ട് അടിച്ചാണ് വന്നത്. പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എവിടെ ഇരിക്കണമെന്ന് കൺഫ്യൂഷൻ, ഇങ്ങനെ അമ്മ വീട് ഫുൾ കറങ്ങി നടന്നിട്ട് ഫൈനലി അവിടെ ഒരു നടുമുറ്റം പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ വന്നിരുന്നു. നല്ലൊരു ആംബിയൻസും ഫോട്ടോയ്ക്കൊക്കെ കൊള്ളാൻ കേട്ടോ, നല്ലൊരു സെറ്റപ്പ്. ഞാൻ പറഞ്ഞില്ലേ കിഷോറേട്ടൻ ഉണ്ടാവുമെന്ന് എഴുതി, പക്ഷേ കിഷോറേട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് എവിടെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കിഷോറേട്ടനെ കാണാൻ പറ്റിയില്ല. നല്ല കൂട്ടാട്ടോ, ഞാനും കിഷോറേട്ടനൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്നേഹമുള്ളൊരു ചേട്ടനാട്ടോ. അങ്ങനെ കിഷോറേട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞു. അപ്പോൾ വേദയൊക്കെ എപ്പോഴും കിഷോറേട്ടൻ്റെ ഈ മറ്റേ എന്താ ഷാപ്പിലെ രുചിയും നാവിലെ ആ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കാണും, യൂട്യൂബൊക്കെ കാണും. അപ്പോൾ എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞാണ് വേദ വന്നത്. പക്ഷേ വേദ കണ്ടിട്ടില്ല കേട്ടോ, ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് മെനു നോക്കി നമ്മുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പൊക്കെ ഉണ്ട്, സൂപ്പ് ഓർഡർ ചെയ്തു. ആദ്യം മഷ്റൂം സൂപ്പ്, അച്ഛൻ ഈ ചിക്കൻ സൂപ്പൊന്നും കഴിക്കത്തില്ല, മഷ്റൂം സൂപ്പ് അച്ഛൻ ഓർഡർ ചെയ്തു. അമ്മയ്ക്കും നമുക്കെല്ലാവർക്കും കൂടി, എനിക്കങ്ങനെ സൂപ്പിനോട് താല്പര്യമില്ല എങ്കിലും കഴിക്കും, ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ. അത് അബദ്ധമായി പോയെന്ന് പിന്നീട് മനസ്സിലാക്കി. 2 ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യാനുള്ളതായിരുന്നു. ഈ മഷ്റൂം സൂപ്പ് വാങ്ങിയപ്പോൾ വെജിറ്റേറിയൻ ആണ്ട് അതാർക്കും വലിയ താല്പര്യമില്ല. ഒരു മഷ്റൂം ഒരു ചിക്കൻ സൂപ്പും അതിന് മുന്നേ 1/2 ആക്കിയാണ് എടുത്തത്. പക്ഷെ അത് തികഞ്ഞില്ല, അവിടെ അടിയായി എന്നുള്ളതാണ് അത് വേറൊരു സത്യം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൂപ്പ് ബോൾ ഇങ്ങനെ ഞാൻ കാണുന്നത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, ആ അമ്മ വീടിന് ആ ഒരു സൂപ്പ് ബോൾ തന്നെയാണ് നല്ലത്. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സൂപ്പായിരുന്നു, മഷ്റൂം സൂപ്പും നല്ലതായിരുന്നു, ചിക്കൻ സൂപ്പും നല്ലതായിരുന്നു കേട്ടോ.
ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ സൂപ്പ് നമുക്ക് പൊളിച്ചു തന്നു. പിന്നെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ചീമ പറഞ്ഞ് ചീമയ്ക്ക് കപ്പ മതിയെന്ന്. കപ്പയാണ് ആദ്യം വന്നത്. കപ്പയും അതിൻ്റെ കൂടെ മുളക് ചതച്ചതൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു പ്ലേറ്റ് 50 രൂപ എന്തോ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ പിക്കിളാണെന്ന് തോന്നുന്നു, അത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കപ്പയും കൊള്ളാം, മുളക് പൊട്ടിച്ചതും കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചീമ അത് ഓർഡർ ചെയ്തു. ഞാൻ വന്ന പടം ഇങ്ങനെ മെനുവിൽ കിഴി പൊറോട്ട ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കിഴി പൊറോട്ട, പക്ഷേ ഞാൻ പകുതിയെ കഴിക്കത്തുള്ളൂ, പകുതി ആരെങ്കിലും കൂടി എടുത്തോളണം. അപ്പോൾ സച്ചു എഗ്രി ചെയ്തു, പകുതി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സച്ചുവും കിഴി പൊറോട്ട 50-50. വേദ ചിക്കൻ നൂഡിൽസിന് പറഞ്ഞു. അച്ഛനും അമ്മയും മീൻ കറി എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചൂര മുളകിട്ടത് അച്ഛനും അമ്മയും പറഞ്ഞ്. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പത്തിരിയും പറഞ്ഞു, നൂൽ പൊറോട്ടയും പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്നലെ വാങ്ങിയത്. പിന്നെന്താ, പൊള്ളിച്ചത് വാങ്ങിയാൽ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് മീൻ പൊള്ളിച്ചത് വാങ്ങണമെന്നുണ്ടായിരുന്നു, വാങ്ങിയില്ല. പിന്നെ ഡ്രാഗൺ ചിക്കനും വാങ്ങിയായിരുന്നേ. പക്ഷേ സത്യം പറയാമല്ലോ, ഫുഡ് സൂപ്പറായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി, ഭയങ്കര ഭീകര ടേസ്റ്റ് എന്നല്ല, എല്ലാം നമുക്ക് മനസ്സറിഞ്ഞ് തൃപ്തിയോടെ കഴിക്കാൻ പറ്റുന്ന ആഹാരമായിരുന്നു. നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കിഷോറേട്ടാ. സത്യം ഞാൻ ഊണൊക്കെ പ്രതീക്ഷിച്ചു, കാരണം ഊണൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. മീൻ കറികളും മീൻ വിഭവങ്ങളും നല്ലതാണ് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ബാക്കി ഡ്രാഗൺ ചിക്കനായാലും സൂപ്പായാലും കിഴി പൊറോട്ട ആയാലും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പർ കൊള്ളായിരുന്നു. കാരണം നമ്മൾ ചില കടകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വിഷമിച്ചിറങ്ങേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇത് പക്ഷെ അങ്ങനെയല്ല. ആരെങ്കിലും പോവാതിരിപ്പുണ്ടെങ്കിൽ പോവുക, ഉറപ്പായിട്ടും പോവുക. കിഷോറിൻ്റെ കടയിൽ പോവുക, അമ്മ വീട്ടിൽ പോവുക. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒക്കെ പോയിട്ടുണ്ടാവും. ഞാൻ മാത്രമായിരിക്കും ഇപ്പോഴും വരുന്നത്. ഇത് തുടങ്ങി എത്രയോ വർഷമായിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. പക്ഷെ സൂപ്പർ സാധനം കേട്ടോ. നൂൽ പൊറോട്ട മാത്രം കഴിച്ചില്ല, ബാക്കി എല്ലാം ടേസ്റ്റ് ചെയ്തു, എല്ലാം കൊള്ളാം. അച്ഛന് ഒരുമാതിരിയുള്ള ഒരു കടകളിൽ കയറിയാലും ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ ആ മീൻകറിയും കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിനർത്ഥം ആ മീൻകറിയൊക്കെ സൂപ്പറാണ്. സത്യം മീൻകറിയും ഞാൻ എടുത്തില്ല, നൂൽ പൊറോട്ട എടുത്തില്ല, ബാക്കി എല്ലാം കൊള്ളാം. കിഴി പൊറോട്ടയോടൊപ്പം കിഴി പൊറോട്ട 4 എണ്ണമാണെന്ന് തോന്നുന്നു. പൊറോട്ട, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു പീസ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഒരു ഓംലെറ്റും അതിൻ്റെ കൂട്ടത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ലൈം ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. കപ്പയും മുളകും കൊള്ളായിരുന്നു. വേദയുടെ നൂഡിൽസ് നന്നായിരുന്നു. പത്തിരിയും ഞാൻ കഴിച്ചില്ല കേട്ടോ, ബാക്കി എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു. കഴിച്ചില്ല, പക്ഷെ കഴിച്ചവർ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫുഡ് സൂപ്പർ കേട്ടോ. ഞാനൊരു നല്ല ഫുഡ്, അതിൽ മോശം പറയാനതിലൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് AC കൂടെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അതിനെന്ന്. AC ഇല്ല, അപ്പോൾ ചൂടായപ്പോൾ ഒരു ചെറിയൊരു ഇതാട്ടോ. പക്ഷേ ആംബിയൻസൊക്കെ സൂപ്പർ, ആ അമ്മ വീടിന് പറ്റിയൊരു ആംബിയൻസ്, എന്തായാലും അടിപൊളി. പിന്നെ നമ്മൾ ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തു. അമ്മ അച്ഛനും മോസമ്പി ഓർഡർ ചെയ്തു, ചീമ നറുനണ്ടി ഓർഡർ ചെയ്തു, സച്ചു ABC ജ്യൂസ്, വേദ ലൈം സോഡ ഓർഡർ ചെയ്തു. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തൊരു ലൈം ജ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് കുടിച്ചു. ചീമയ്ക്ക് വാങ്ങിച്ച നറുനണ്ടി ചീമ കുടിച്ചില്ല. അപ്പോൾ ഈ നറുനണ്ടിയും എൻ്റെ ലൈം ജ്യൂസും കൂടി ഞാൻ മിക്സ് ചെയ്ത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ കിഴി പൊറോട്ടയുടെ പകുതി എടുത്തു. കണ്ടോ, 4 പൊറോട്ടയാണെന്നാണ് തോന്നുന്നത്. ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കിഷോറേട്ടനെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അന്ന് വർക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനെ കേട്ടോ, കിഷോറേട്ടൻ്റെ വീഡിയോസ് കാണുന്നവരറിയാം, നമ്മൾ കിഷോറേട്ടനോടൊപ്പം കഴിച്ചു പോകും, വായിക്കൂടെ വെള്ളം വരും കിഷോറേട്ടൻ്റെ പ്രസൻറ്റേഷനൊക്കെ കണ്ടാലേ. അപ്പോൾ അന്നും അങ്ങനെ ഓട്ടോഗ്രാഫ് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കിഷോറേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ വണ്ടിപ്പെരിയാറൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ അയ്യോ, ഓരോ കഥകളിങ്ങനെ ഭക്ഷണത്തിൻ്റെയൊക്കെ പറയുമ്പോൾ നമ്മുടെ വായിൽ കൂടെ വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും കിഷോറേട്ടൻ്റെ ഈ ഒരു സംരംഭം ഫ്ലോപ്പ് ആവില്ല എന്ന് തന്നെ നമുക്ക് അറിയാമായിരുന്നെങ്കിലും വൈകിട്ടത്തെ ഫുഡിനൊക്കെ ഇത്രയും ഈ ഡ്രാഗൺ ചിക്കനും നാടൻ വിഭവങ്ങൾ നല്ലതായിരിക്കുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ചൈനീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളാം, സൂപ്പറായിരുന്നു. ഈവൻ സൂപ്പ് വരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരും പോവുക. എന്തായാലും നമ്മൾ നന്നായിട്ട് വയറ് നിറങ്ങി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഈ ജ്യൂസ് വന്നപ്പോൾ ആർക്കും വേണ്ട കേട്ടോ, വയറ് നിറങ്ങി പോയി. അത്രയ്ക്ക് ആസ്വദിച്ച് എല്ലാവരും നന്നായിട്ട് കഴിച്ചായിരുന്നു. ഇനി ഒരു ദിവസം ഇവിടുത്തെ ഊണ് കഴിക്കാനായിട്ട് വരണം, ചട്ടിച്ചോറും തലക്കറിയും. തലയൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഈ ചട്ടിച്ചോറ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ ഒരു ദിവസം ഊണ് കഴിക്കാനും കൂടി വന്നാൽ കിഷോറിൻ്റെ അവിടെ വന്നൊരു സന്തോഷം കിട്ടും.
അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും 9:30 മണി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് തിരുമല വീട്ടിൽ പോകണം. നാളെ വേറെയ്ക്ക് പ്രോഗ്രാമൊക്കെ ഉള്ളതാണ്. നെട്ടയത്ത് നിന്നാലും ശരിയാവില്ല. 10 മണി കഴിഞ്ഞു കേട്ടോ ഞാൻ തിരുമല വീട്ടിലെത്തിയപ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചീമയും ഒക്കെ ചീമയുടെ വീട്ടിൽ പോയി. ചീമ തിങ്കളാഴ്ച തിരിച്ചങ്ങ് പോകും കേട്ടോ. എന്താ 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഡേ ഇൻ നെട്ടയം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.